ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഓവറായിട്ട് ലൂണ ഡ്രിങ്ക് ചെയ്തത് കൊണ്ട് അവിടെ ഹാങ് ഓവർ ആകുന്നതാണ്. ലൂണ ഹാങ് ഓവർ ആവുന്നത് കണ്ടിട്ട് കാലക്സ് ഓടി വരുന്നു, അവളെ പിടിക്കുന്നു. ലൂണയ്ക്ക് ദേഷ്യം വന്നിട്ട് നീ ഒരു ചീറ്ററാണ്, നീ എന്നെ തുടരുത്, എന്റെ അടുത്തുനിന്ന് പോകുന്നൊക്കെ പറഞ്ഞ് അവനെ അവൾ വഴക്കൂടുന്നു. പക്ഷേ കാലക്സ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ പിന്നാലെ തന്നെ പോകുന്നു. ലൂണ കാർ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും കാലക്സ് ഓടി വന്ന് നീ ഡ്രൈവ് ചെയ്യേണ്ട, നീ ഒത്തിരി ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷെ അവൾക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ തന്നെ പോകോളാം, എന്റെ കൂടെ ആരും വരണ്ടെന്ന് പറയുന്നു. ലൂണ കാർ എടുത്തപ്പോഴത്തേനും ഒരു ചെറിയ ആക്സിഡന്റ് ആകുന്നു. അതുകൊണ്ട് കാലക്സ് തന്നെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആക്സിഡന്റ് ആയ ആ കാറിന് അവൻ തന്നെ റെഡിയാക്കി തരാമെന്നും അവളോട് പറഞ്ഞിട്ട് പോകുന്നു. നെക്സ്റ്റ് ഡേ ലൂണ അവളുടെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം അവള് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ പറയുന്നു. അത് കേട്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ പറയുന്നു, നിങ്ങളുടെ സ്റ്റാർട്ടിങ് തന്നെ ഇതുപോലെ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുള്ള ഒരു സീൻ ആയിരുന്നല്ലോ, അതുപോലെ തന്നെയാണല്ലോ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ആകാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കാലക്സ് അവർക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, അവളുടെ കാർ റെഡി ആയെന്നും പറഞ്ഞ്. എന്നിട്ട് കാലക്സ് ആ കാർ എടുത്തുകൊണ്ട് വന്ന് അവളുടെ ഓഫീസിന്റെ അവിടെ തന്നെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കണ്ടിട്ട് ലൂണ വന്ന് അവന് താങ്ക്സ് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കിടന്ന് അവിടെ മഴ പെയ്യുന്നു. അന്നേരം കാലക്സ് അവന്റെ കൂടെ ഊരിയിട്ട് അവൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പുതയ്ക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് എൻ്റർ ആകുന്നു. ആ സമയത്ത് ലൂണയുടെ ആന്റി അവിടെ വരുന്നു. ലൂണ ഡിസൈൻ ചെയ്ത് കൊടുത്ത ഡിസൈൻ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ആ ഡിസൈൻ വേറെ ഒരു ക്ലയന്റിന് ഇഷ്ടമായെന്നും പറഞ്ഞ് അവർക്ക് ഒത്തിരി താങ്ക്സ് ഒക്കെ പറയുന്നു. എന്നിട്ട് അവളുടെ ആന്റി പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്, ആ ചെറുക്കനെ നീ കാണുമ്പോൾ തന്നെ നിനക്ക് ഇഷ്ടമാകും എന്നൊക്കെ അവളോട് പറയുന്നു. കാലക്സ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചിട്ട് കാലക്സിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് ചെറുക്കൻ എങ്ങനെ ഇരുന്നാലും പ്രോബ്ലം ഇല്ല, പക്ഷെ എന്നെ ചീറ്റ് ചെയ്യാതെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു മാനാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുന്നു. കാലക്സ് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ലൂണ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൻ കേട്ടിട്ട് കേൾക്കാത്തതുപോലെ നിൽക്കുന്നു. ഇതൊക്കെ അവളുടെ ഫ്രണ്ട് കീ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ഡേ ലൂണ ആ പ്രോജക്ടിന്റെ സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൾക്ക് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. അത് കണ്ടിട്ട് അവൾ അന്ന് കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ കാലക്സ് ഓടിച്ചെന്നിട്ട് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് അവളെയും കഴിക്കാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കാലക്സിന്റെ പാരന്റ്സ് ആ വീടിന്റെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നു. കാലക്സിന്റെ അച്ഛൻ ലൂണനെ കണ്ടപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു. അവന്റെ അമ്മ അവളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇതെന്ത് ഡിസൈനാ, വെരി സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണല്ലോ, വേറെ ഒരു നല്ലൊരു ഡിസൈൻ നിനക്ക് നോക്കിക്കൂടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് കാലക്സ് പറയുന്നു, എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടമാണ്, ഞാൻ ഇതാണ് നോക്കി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലൂണ സാധാരണ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് അല്ല, അവളൊരു ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ട് ആണ് എന്നൊക്കെ അവൻ അവന്റെ അമ്മയോട് പറയുന്നത് ലൂണ കാണുന്നു. ഇതൊക്കെ കണ്ടിട്ട് അവള് ഇംപ്രസ് ആകാൻ തുടങ്ങുന്നു. എന്നിട്ട് സെവിയോട് അവൾ പറയുന്നു, പണ്ടൊക്കെ കാലക്സ് അവന്റെ അമ്മ പറയുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല, ഇത് അവന്റെ അടുത്ത് കുറെ ചേഞ്ചസ് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, ഇന്ന് അവൻ അവന്റെ അമ്മയോട് എതിർത്ത് സംസാരിക്കുകയും ചെയ്തു, ഞാൻ വളരെ ഹാപ്പിയാണ് എന്നൊക്കെ അവൾ പറയുന്നു. അന്നേരം കാലക്സ് അങ്ങോട്ട് വന്നിട്ട് അവന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് അതിന്റെ ഇൻവിറ്റേഷൻ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ അവള് ആ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യുന്നു. അന്നേരം അവന്റെ ഫ്രണ്ട്സിനോട് അവളെ സംസാരിക്കുന്നു. അന്നേരം ആ കേസിന്റെ കാര്യം അവളോട് അവർ പറയുന്നു. ആ കീയുടെ ബോയ് ഫ്രണ്ടിന്റെ കേസ് അവന്റെ ഫ്രണ്ട് പറയുന്നു. കാലക്സിന് കീയുടെ ബോയ് ഫ്രണ്ടിന്റെ കേസ് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു, കേസ് എടുത്ത് നീ വർക്ക് ചെയ്തില്ലെങ്കിൽ നീ ടീമിൽ ഇരിക്കരുത്, നീ പുറത്ത് പോകണമെന്ന് അതോറിറ്റി പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് അവൻ ആ ജോലി വേണ്ടെന്നും പറഞ്ഞ് റിസൈൻ ചെയ്ത് ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യാതെ ഈ ടീം വിട്ട് പോയതെന്ന് അവളോട് പറയുന്നു. അത് കഴിഞ്ഞ് അവരെ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടിരുന്ന സമയത്ത് അവൾ ചോദിക്കുന്നു, നീ എന്തിനാ ആ കേസ് എടുക്കാതെ ആ ടീം വിട്ട് പുറത്ത് വന്നതെന്ന്. അതിന് കാലക്സ് പറയുന്നു, എനിക്ക് നീയാണ് ഫസ്റ്റ്, നിന്നെക്കാളും വലുത് എനിക്ക് ലോകത്തിലൊന്നുമില്ല, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ കേസ് എടുക്കാതെ വിട്ടിട്ട് വന്നത് എന്ന് കാലക്സ് പറയുന്നു. ഇത് കേട്ടിട്ട് ലൂണ കുറച്ചുകൂടെ ഇംപ്രസ് ആകുന്നു, അവളുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങുന്നു. കാലക്സ് ലൂണയ്ക്ക് ഇൻസ്റ്റാല് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒരു പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പോസ്റ്റും ലൂണയുടെ ക്യാപ്ഷനിലാണ് ഉള്ളത്. അതിനെക്കുറിച്ച് ലൂണ അടുത്ത ദിവസം കാലക്സിനോട് ചോദിക്കുന്നു. അന്നേരം കാലക്സ് പറയുന്നു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഞാനന്ന് നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല, ഇത് പറയാൻ ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പ്രൂവ് ചെയ്യാനുള്ള ടൈം നീ എനിക്ക് തന്നിട്ടില്ല, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറയുന്നു.